ഹലോ എവ്രി വൺ. അപ്പൊ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലെ ചാപ്റ്റർ 2 യൂണിറ്റ് 2 ഏതാണ്? നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എൻവയോൺമെന്റ് തരുന്ന, നമ്മൾ എൻവയോൺമെന്റിൽ നിന്ന് ഉപയോഗിക്കുന്ന റിസോഴ്സസ് അല്ലെ, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ അതിന് എങ്ങനെയൊക്കെ നമുക്ക് സൊല്യൂഷൻസ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അതെങ്ങനെ ഓവർകം ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ലാൻഡ് റിസോഴ്സസ്. എന്താണ് ലാൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? ലാൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ സോളിഡ് പോർഷൻ ഓഫ് ദ എർത്ത് സർഫേസ്. ഒരു എർത്ത് സർഫസിന്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു നിരപ്പായ സ്ഥലം അല്ലെ, അതാണ് എന്ത് ലാൻഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് എന്താ പറയാ, നമുക്ക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലം, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ എന്ത് ചെയ്യുന്ന വീട് വെക്കാൻ വെക്കുന്ന ബിൽഡിങ്സ് ഒക്കെ വെക്കാൻ വെക്കുന്ന ആ ഒരു സ്ഥലം, അതൊക്കെ എന്താണ്? ലാൻഡ് റിസോഴ്സസ് ആണ്. പിന്നെന്താണ്? കൃഷിഭൂമി അല്ലെ, കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലല്ലേ കൃഷിഭൂമി. പിന്നെ വനഭൂമി അല്ലെ, മരങ്ങളെല്ലാം തിങ്ങി നിൽക്കുന്നതാണ് എന്ത്? വനഭൂമി. പിന്നെ പുൽമേടുകൾ അല്ലെ, മൃഗങ്ങളെ മേയ്ക്കാനൊക്കെ കൊണ്ടുപോകുന്ന. അതുപോലെ നഗരഭൂമി. നഗരഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? വീടുകളും റോഡുകളും ഒക്കെ ഉള്ളത് നഗരഭൂമി. അപ്പൊ ഇതെല്ലാം എന്താണ്? ലാൻഡ് റിസോഴ്സസ് ആണ്. ലാൻഡ് റിസോഴ്സസ് ഈസ് ദ സോളിഡ് പോർഷൻ ഓഫ് ദ എർത്ത് സർഫേസ്. Land is the major constituent of lithosphere and it is one of the main component of natural environment. അതെ, ലാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മേജർ ആൻഡ് മെയിൻ കോമ്പണന്റ് ആണ് അല്ലെ. നാച്ചുറൽ എൻവയോൺമെന്റ് നാച്ചുറൽ ആയിട്ട് തരുന്ന ഒരു ഏറ്റവും വലിയ കോമ്പണന്റ് ഏതാണ്? ലാൻഡ് ആണ്. കാരണം ലാൻഡ് ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും നടക്കുമോ? ഇല്ല. ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ വീട് വെക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ കൃഷിഭൂമി, വനഭൂമി, ഇതൊക്കെ എന്താണ്? ലാൻഡ് ആണ്. മോസ്റ്റ് ഓഫ് ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ ആക്ടിവിറ്റീസ് മീൻ സ്പേസ് ഫോർ ദ ലൊക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് വിച്ച് ഈസ് പ്രൊവൈഡ് ബൈ ലാൻഡ്. നമ്മുടെ ഡെവലപ്മെന്റിനും അതുപോലെ നമ്മുടെ ഉയർച്ചക്കൊക്കെ വേണ്ടി നമുക്ക് എന്ത് വേണം? ഈ ലാൻഡ് വേണം അല്ലെ. പിന്നെന്താണ്? എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ് ക്രൂഷ്യൽ ടു എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ് കൺസർവേഷൻ ആൻഡ് എക്യൂട്ടബിൾ നാച്ചുറൽ റിസോഴ്സസ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. നമ്മുടെ പ്രസന്റ് ജനറേഷനും ഫ്യൂച്ചർ ജനറേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൺസീവ് ചെയ്യണം? എന്ത് കൺസർവേഷൻ ചെയ്യണം? എൻവയോൺമെന്റിൽ കൺസർവ് ചെയ്യണം അല്ലെ, ഡെവലപ്മെന്റ് ചെയ്യണം. ഈ ലാൻഡിനെ നമ്മൾ നശീകരിച്ച് എന്തൊക്കെ സംഭവിക്കും? അവിടെ എന്തൊക്കെ സോയിൽ ഇറോഷൻ സംഭവിക്കും അല്ലെ, എന്തൊക്കെ ഡിഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, പിന്നെന്താണ്? പൊല്യൂഷൻ, മൈനിങ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ലാൻഡിനെ നമ്മൾ നശിപ്പിക്കും തോറും ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? വരുന്നു. ഇതിനെങ്ങനെയാടാ കൺസേർവ് ചെയ്യാം? എങ്ങനെ നമുക്ക് ഈ ലാൻഡ് റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം? അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ, സോയിൽ കൺസർവേഷൻ മെത്തേഡ് അല്ലെ, നമ്മൾ മരങ്ങൾ പിടിപ്പിക്കുക, സോയിൽ ഇറോഷൻ ഒക്കെ തടുക്കുക, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് എന്ത്? ലാൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ. അടുത്ത എന്താടാ? സോയിൽ ഇറോഷൻ. എന്താണ് സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മണ്ണൊലിപ്പ് അല്ലെ. എന്താണ്? മണ്ണൊലിപ്പ്. ഇതെന്താണ് മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞാൽ? കാറ്റ്, മഴ, വെള്ളം തുടങ്ങിയ എല്ലാം കൊണ്ട്, മനുഷ്യരുടെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് മണ്ണിന്റെ മേൽത്തരം അല്ലെ, എന്താണ്? ഫെർട്ടൈൽ ടോപ്പ് സോയിൽ അകന്നു പോകുന്നതാണ് എന്ത്? മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ എന്ന് പറയും. ദ വെയറിംഗ് വേ ഓഫ് സോയിൽ പാർട്ടിക്കിൾ ഫ്രം ദ ലാൻഡ് ഈസ് കോൾഡ് സോയിൽ ഇറോഷൻ. അപ്പൊ അതിന്റെ മേൽഭാഗം അല്ലെ, കാറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മഴ വന്നിട്ടോ അല്ലെങ്കിൽ വെള്ളം, ഇതൊക്കെ വെച്ചിട്ട് എന്താണ്? നമ്മുടെ ആ ഒരു എർത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മേൽത്തരം ഫെർട്ടൈൽ ടോപ്പ് സോയിൽ, നല്ല വിളക്കൂറൊക്കെ ഉള്ള, നല്ല അത്രയും മിനറൽസും ഇതൊക്കെ ഉള്ള ആ ഒരു ടോപ്പ് സോയിൽ എന്ത് ചെയ്യാണ്? ഒലിച്ചു പോവാണ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. സോയിൽ ഇറോഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോയിൽ കോമ്പണന്റ്സ് എസ്പെഷ്യലി ദ ടോപ്പ് സോയിൽ ഫ്രം ദ വൺ പ്ലേസ് ടു അനദർ. അപ്പൊ എന്താണ്? ടോപ്പ് സോയിൽ, ഫെർട്ടൈൽ ആയിട്ടുള്ള ടോപ്പ് സോയിൽ എന്ത് ചെയ്യാണ്? ഒലിച്ചു പോവാണ്. അതാണ് എന്ത്? സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഇത് എത്ര ടൈപ്പ് ഉണ്ടടാ? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? നോർമൽ ഓർ ജിയോളജിക്കൽ ഇറോഷൻ, സെക്കൻഡ് വൺ എന്താണ്? ആക്സിലറേറ്റഡ് ഇറോഷൻ. എന്താണ് നോർമൽ ജിയോഗ്രഫിക്കൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഇറോഷൻ ഓഫ് സോയിൽ ദാറ്റ് ഈസ് അഗ്രിഗേറ്റഡ് ബൈ നാച്ചുറൽ ഏജൻസ് ലൈക്ക് വിൻഡ്, റെയിൻ എക്സെട്ര. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഏജൻസി, എന്ത്? കാറ്റ്, മഴ, വെള്ളം, ഈ വക കൊണ്ടൊക്കെ ടോപ്പ് സോയിൽ പോകുന്നതാണ് എന്ത്? ടോപ്പ് സോയിൽ അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ വരുന്നതാണ് എന്ത്? നോർമൽ ഓർ ജിയോളജിക്കൽ ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഏജൻസ്, വിൻഡും റെയിനും ഒക്കെ വെച്ചിട്ട് സോയിൽ ഇറോഷൻ നടക്കുന്നതാണ് എന്ത്? നോർമൽ ഓർ ജിയോളജിക്കൽ ഇറോഷൻ എന്ന് പറയുന്നത്. എന്താണ് ആക്സിലറേറ്റഡ് ഇറോഷൻ എന്ന് പറഞ്ഞാൽ? ദി ഇറോഷൻ ഓഫ് ദ സോയിൽ ഈസ് അഗ്രിവേറ്റഡ് ബൈ മാൻ. നമ്മൾ മാൻ മെയ്ഡ്, നമ്മൾ ചെയ്ത തെറ്റുകൾ മൂലം അല്ലെ. ഇപ്പൊ നമ്മൾ ഡിഫോറസ്റ്റേഷൻ, മരങ്ങളൊക്കെ നമ്മൾ വെട്ടിമുറിക്കുന്നില്ലേ, ഇതൊക്കെ എന്താണ്? സോയിൽസ്, കുന്നിൽ നിന്നൊക്കെ സോയിൽസ് ഇറങ്ങി വരികയാണ് അല്ലെ, മഴ പെയ്യുമ്പോഴും. അതുപോലെ നമ്മൾ ഇപ്പൊ ചില പാടങ്ങളൊക്കെ നികത്തി നമ്മൾ എന്ത് ചെയ്യാണ്? ബിൽഡിങ്സ് കെട്ടുകയാണ് അല്ലെ. ബിൽഡിംഗ് പ്രൊപ്പോസസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പാടങ്ങളൊക്കെ നിരത്തി ഇതാക്കണം. ഇതൊക്കെ എന്താണ്? മാൻ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കാരണം മൂലം ഉണ്ടാവുന്നതാണ് എന്ത്? ആക്സിലറേറ്റഡ് ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, ഇനി സോയിൽ ഇറോഷൻ, വാട്ടർ, വിൻഡ് ആർ ദ ടു മേജർ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷന്റെ രണ്ട് മേജർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് വാട്ടറും ഒന്ന് വിൻഡും. ദ റെയിൻ വാട്ടർ ക്യാരീസ് ദ സോയിൽ പാർട്ടിക്കിൾ വിച്ച് ലെഡ് ടു ഈസി ഇറോഷൻ ടു എ ടോപ്പ് ലെയർ. റെയിൻ വാട്ടർ ആണ് ഏറ്റവും കൂടുതൽ അല്ലെ, ഹെവി റെയിൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, മണ്ണൊലിപ്പ് കാര്യങ്ങൾ എത്ര നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. എന്താണ്? ഹെവി റെയിൻ ആയിട്ട് മഴ അത്രയും ഇതായിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഫെർട്ടൈൽ ടോപ്പ് ലെയർ ഒലിച്ചു പോവാണ് അല്ലെ. പിന്നെ ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ് ഓർ എയർ ക്യാച്ച് സോയിൽ പാർട്ടിക്കിൾ വിച്ച് റിസൾട്ട് ഇൻ സോയിൽ which is commonly seen in the area near to ocean, lakes, dries. അപ്പോൾ ഈ കടലിന്റെ അടുത്ത്, ലേക്സിന്റെ അടുത്ത്, ഇവിടെ അടുത്തൊക്കെയാണ് ഈ വിൻഡ് കൊണ്ട് അല്ലെ, കാറ്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നത്? സോയിൽ ഇറോഷൻ സംഭവിക്കുന്നത്. കടുത്ത മഴ, വെള്ളപ്പൊക്കം, കാറ്റിന്റെ ശക്തി, അനധികൃതമായ കൃഷി, തെറ്റായ രീതിയിൽ കൃഷി ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്? ഈ സോയിൽ ഇറോഷൻ ഒരു കാരണമാണ് അല്ലെ. കോസസ് ഓഫ് സോയിൽ ഇറോഷൻ, എന്തൊക്കെ കാരണങ്ങളാണ്? എന്താണ് ഒന്ന് പറഞ്ഞത്? ഫ്ലഡ് അല്ലെ. ഫ്ലഡ് എന്താണ്? ഹെവി റെയിൻഫാളും ഫ്ലഡും കാരണമാണ്. കടുത്ത മഴയും വെള്ളപ്പൊക്കവും. പിന്നെ വിൻഡ് ഓർ സ്റ്റോം, എന്താ? നമ്മള് കാറ്റ് അല്ലെ. ആൻഡ് ദ കോസ് ഓഫ് ദ സോയിൽ ഈസ് റീപ്ലേസ്, കാറ്റിന്റെ ശക്തി, വരണ്ട പ്രദേശങ്ങളിൽ മണ്ണ് കാറ്റിൽ പറന്നു പോകും അല്ലെ. വെള്ളമൊന്നും കിട്ടാണ്ട് ഭയങ്കര കാറ്റായിട്ട് കാറ്റ് വന്നാൽ എന്ത് സംഭവിക്കും? വരൾച്ച അല്ലേ, അത് ഒലിച്ചു പോകും. പിന്നെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് കാടുകളൊക്കെ നമ്മൾ വെട്ടി നശിപ്പിക്കുക, ഇതൊക്കെ എന്താണ്? സോയിൽ ഇറോഷന് കാരണമാണ്. പിന്നെ മൈനിങ്, ഡ്യൂറിങ് മൈനിങ് ഓഫ് മിനറൽസ് ഫ്രം ദ എർത്ത് ടു സോയിൽ അപ്പർ ലെയർ ഓഫ് ദ ഗെറ്റ് ലൂസൺ വിച്ച് ലെഡ് ടു ഇറോഷൻ. മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? കുഴിക്കുക അല്ലെ, അടിയിൽ നിന്ന് ഓയിൽസ് എടുക്കുക, അങ്ങനെ കുറെ കാലം മണ്ണിന്റെ അടിയിൽ കുഴിച്ച് നമ്മൾ സാധനങ്ങൾ എടുക്കൂലേ, മിനറൽസ് ഒക്കെ എടുക്കൂലേ. അപ്പൊ എന്ത് സംഭവിക്കുകയാണ്? അപ്പർ ലെയറിൽ എന്തായിട്ട് മാറും? ലൂസ് ആയിട്ട് മാറും അല്ലെ. ലൂസന്റ് ആയിട്ട് മാറിയിട്ട് അതെന്തിന് കാരണമാകും? സോയിൽ ഇറോഷന് കാരണമാകും. പിന്നെന്താണ്? ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. സോയിൽ ഇറോഷൻ ഈസ് കോസ്ഡ് ബൈ വേരിയസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ്, ഡാംസ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഇൻഡസ്ട്രീസ് അല്ലെ. എന്താ പറഞ്ഞത്? നമ്മൾ ഈ ബിൽഡിങ്സ് ഒക്കെ കെട്ടാൻ വേണ്ടിയിട്ട്, ഡാംസ് ഒക്കെ കെട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണ് അല്ലെ. നമ്മുടെ മണ്ണിന് എന്ത് ചെയ്യാണ്? നമ്മൾ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൊടുത്ത് മണ്ണിനെ നമ്മൾ നശിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ എന്താണ്? സോയിൽ ഇറോഷന്റെ കാരണങ്ങളാണ്. അതുപോലെ പുവർ അഗ്രികൾച്ചർ പ്രാക്ടീസ്, നമ്മൾ തെറ്റായ രീതിയിൽ എന്ത് ചെയ്യാണ്? കൃഷി ചെയ്യുന്നത്. പിന്നെ ക്ലൈമറ്റിന്റെ ചേഞ്ച് കാരണം. അപ്പൊ എന്തൊക്കെയാണ് കോസ് ഓഫ് സോയിൽ? ഫ്ലഡ്, വിൻഡോർ സ്റ്റോം, ഡീഫോറസ്റ്റേഷൻ, മൈനിങ്, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, പുവർ അഗ്രികൾച്ചർ പ്രാക്ടീസ്, കൺസ്ട്രക്ഷൻ ആൻഡ് അർബനൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? കോസസ് ഓഫ് സോയിൽ ഇറോഷൻ. ഇനി കോൺസിക്വൻസ് ഓഫ് സോയിൽ ഇറോഷൻ, എന്തൊക്കെ കോൺസിക്വൻസ് ആണ്? ഇപ്പൊ സോയിൽ ഇറോഷൻ വന്നു, എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്? കോൺസിക്വൻസ് ആണ് ചോദിക്കുന്നത്. എന്തൊക്കെ ഉണ്ടാവും? ഡിപ്ലീഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ദ സോയിൽ. നമ്മൾ പറഞ്ഞു മേലത്തെ മണ്ണാണ് ഏറ്റവും കൂടുതൽ വളവും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത്. അതെന്ത് സംഭവിക്കും? അത് ഒലിച്ചാണ് പോകും. പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ഡ്രൈയിങ് ഓഫ് ദ ലാൻഡ്സ് വിച്ച് ലെഡ് ടു ഡെസേർട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ വെള്ളം ഒന്നും തട്ടാണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? വരൾച്ച സംഭവിക്കും. വരൾച്ച സംഭവിച്ച സോയിലൊക്കെ കാറ്റിന് ഒലിച്ചു പോകും. പിന്നെന്താ? അവിടെ ഡെസേർട്ടിഫിക്കേഷൻ ആവില്ലേ, മരുഭൂമിയായിട്ട് മാറും. പിന്നെ തിന്നിങ് ഓഫ് സോയിൽ റെഡ്യൂസ് വാട്ടർ ന്യൂട്രിയൻസ് ചെക്സ് പ്ലാന്റ് ഗ്രോത്ത് അല്ലെ. പിന്നെ വെള്ളം കിട്ടുമോ? മേൽഭാഗം നല്ല ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം കിട്ടുമോ? ഇല്ല. വെള്ളം അതുപോലെ ന്യൂട്രിയൻസ്, നമ്മളെ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും എവിടുന്ന് കിട്ടൂല? മണ്ണിൽ നിന്ന് കിട്ടൂല. അപ്പൊ നമുക്ക് ഓക്സിജൻ കിട്ടുമോ? ഇല്ല. സോയിൽ ഇറോഷൻ ഹാസ് റിസൾട്ടഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ കൃഷി കുറവാണ് അല്ലെ. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എന്താണ്? കൃഷികളൊക്കെ കുറവാണ് അല്ലെ. അത് കാരണം എന്ത് സംഭവിക്കും? സോയിൽ ഇറോഷൻ ഉണ്ടാക്കും. ഇറ്റ് കോസ് സിഗ്നിഫിക്കന്റ് ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, സീസണൽ ഇംബാലൻസ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സോയിൽ ഇറോഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാന്ന് പറഞ്ഞത്? ഒന്ന് പറഞ്ഞ ന്യൂട്രിയൻസ് ഒക്കെ ഒലിച്ചു പോയിട്ട് അവിടെ കൃഷിയൊന്നും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്ലാന്റ്സിന്റെ ഗ്രോത്തോ വാട്ടറോ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. പിന്നെന്താണ്? കൃഷികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്രോപ്പ് പ്രൊഡക്ഷൻ കുറയും അല്ലെ. പിന്നെ ലോസ് ഓഫ് സോയിൽ ഫെർട്ടൈൽ, സീസണൽ ഇംബാലൻസ്, ഇതൊക്കെയാണ് എന്ത്? കോൺസിക്വൻസ് ഓഫ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്? ദ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ ദ സോയിൽ വിച്ച് ആർ helpful in plant growth are reduced. Soil erosion effects on the seasonal and permanent വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറെ മൈക്രോ ഓർഗാനിസം ഒക്കെ എന്തിൽ അടങ്ങിയിട്ടുണ്ട്? ഈ സോയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സോയിൽ ഇറോഷൻ സംഭവിച്ച് എന്ത് സംഭവിക്കും? അതൊക്കെ ഒലിച്ചു പോകും അല്ലെ. അഡീഷൻ ഓഫ് റൺ ഓഫ് സോയിൽ, മഡ് ലെഡ് ടു റിഡക്ഷൻ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ലേക്സ് ആൻഡ് പോണ്ട്സ്. അതുപോലെ തന്നെ ഈ വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ പോവും അല്ലെ. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ലേക്സ് പോണ്ട്സ് എന്നൊക്കെ എന്ത് ചെയ്യും? റിഡക്ഷൻ ആവും. അപ്പൊ എന്ത് സംഭവിക്കും? ലേക്കിലും പോണ്ടിലൊക്കെ വെള്ളം കൂടിച്ചെന്ന് സുനാമിയും കാര്യങ്ങളൊക്കെ വരും. Due to dumping of soil into water bodies as result of soil erosion, fish cultivation become difficult. അതുപോലെ തന്നെ ഈ സോയിലൊക്കെ എങ്ങോട്ടാ പോകുന്നത്? എല്ലാവരും ഇപ്പൊ ഒരു കടലിലോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫിഷ് കൾട്ടിവേഷൻ ഒക്കെ ടഫ് ആവില്ലേ. പിന്നെ വാട്ടർ ബോഡീസ് പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതാണ് എന്ത്? കോൺസിക്വൻസ് ഓഫ് സോയിൽ ഇറോഷൻ. ഇനി ഇതെങ്ങനെ തടയാം? പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ എന്തൊക്കെ മാർഗങ്ങളാണ്?
ഒന്ന്, സോയിലേഷൻ ക്യാൻ ബി പ്രിവെന്റ് ബൈ ഗ്രോയിങ് ട്രീസ് as many as possible. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രോളം, അല്ലെങ്കിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രോളം എന്ത് ചെയ്യണം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. പിന്നെന്താ പറഞ്ഞ, അഗ്നോമിക് മെത്തേഡ് ബൈ മേ പ്രിവെന്റ് സോയിൽ ഇറോഷൻ. ദേ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്, കോണ്ടർ പ്ലാന്റിങ്, കോണ്ടർ ഫ്ലോയിങ്, സ്ട്രിപ്പ് ക്രോപ്പിംഗ്. ഇതെന്താണ് ഈ കോണ്ടർ പ്ലാന്റിംഗ് എന്ന് പറഞ്ഞാൽ, മലഞ്ചെരിവുകളില്ലേ, മലഞ്ചെരുവുകളിൽ വെള്ളം നേരിട്ട് താഴേക്ക് ഒഴുകി മണ്ണ് കൊണ്ടുപോകുന്നത് തടയും. ഇപ്പൊ മലഞ്ചെരുവിൽ എന്താണ് സംഭവിക്കുന്നത്, വെള്ളം സ്ലോപ്പിംഗ് ആണല്ലോ അല്ലെ, സ്ലോപ്പിംഗ് ഇങ്ങനെ ഫുള്ള് നേരാണ് വന്നു കഴിഞ്ഞിട്ട് മണ്ണിനൊക്കെ ഒഴിച്ചോളും. അതിന് പകരം എന്ത് ചെയ്യണം, ഒരു 90 ഡിഗ്രി ആയിട്ട് ചെരുവിൻ കോണിലൊക്കെ എന്ത് സംഭവിക്കണം, വിളവുകൾ നടത്തണം. മീൻസ് മരങ്ങളും കൃഷികളൊക്കെ ചെരുവിൻ കുന്നുകളിൽ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടുന്ന് വരുന്ന ഈ വെള്ളങ്ങൾ ആര് തടഞ്ഞു നിർത്തും, ഈ മരങ്ങളും അതുപോലെ കൃഷിഭൂമികളൊക്കെ തടുത്തു നിർത്തി താഴേട്ട് വരില്ല. അതാണ് കോൺട്രിങ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺട്രിങ് ഫെറോവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കളപ്പുരകൾ അല്ലെ, അതിന്റെ സ്ലോപ്പ് ആയിട്ട് കളപ്പുരകൾ ഉണ്ടാക്കണം. അതിന് ഇതേപോലെ തന്നെ റൺ ഓഫ് വാട്ടർ അല്ലെ, മേലെന്ന് എന്ത് ചെയ്യാ, വെള്ളം ഒഴുകി വരാത്ത രീതിയിൽ എന്ത് ചെയ്യാ, നമ്മൾ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. പിന്നെന്താണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്. എന്താ സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ, കൃഷിസ്ഥലത്ത് പരസ്പരം മാറി മാറി വളരുന്ന, കട്ടിയായി വളരുന്ന വിളപ്പുകൾ നടത്തുന്ന മണ്ണൊലിപ്പിനെ കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതൊക്കെ, അതുപോലെ എപ്പോഴും എന്ത് ചെയ്യുക, അവിടെ കൃഷികൾ നടത്തുക. വേറെ ആൾട്ടർനേറ്റീവ് സ്ട്രിപ്സ് ടു ഡെസ്റ്റിനേറ്റ് ഗ്രോ ക്രോപ്പ് ഓവർ ദ വേ പ്രിവെന്റ് സോയിൽ ഇറോഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രിവെന്റ് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യുന്ന കാര്യം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, വൃക്ഷങ്ങൾ നടാൻ പറ്റുന്നത്. അതുപോലെ കോൺട്രിങ് പ്ലാൻ, ഇപ്പൊ പറഞ്ഞ പോലെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഏരിയകളിൽ എന്ത് ചെയ്യുക, കൃഷി നടത്താം. പടവെട്ട് കൃഷി എന്ന് പറയും, ട്രേസ് ഫാമിംഗ് എന്ന് പറയും. എന്താണ്, മലകളിൽ പടികളിൽ പോലെ കൃഷി ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. എങ്ങനെയാണത്, ഒരു കുന്നിന്റെ മേലെയാണില്ല അത് ചെയ്തിട്ടുള്ളത്, സ്ലോപ്പിംഗ് ആയിട്ട് സ്ലാൻഡിങ് പൊസിഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ പടവുകൾ പോലെ, മീൻസ് ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ കുന്നിന്റെ മേലെ അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത് ഞാൻ പറഞ്ഞത്, കോൺട്രിങ് എന്ന് പറയുന്നത്. പടവുകൾ പോലെ നമ്മളിത് എവിടെയോ വയനാട്ടിലോ ഊട്ടിയിലൊക്കെ നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ഏരിയകളൊക്കെ കാണാൻ പറ്റുന്നത് അല്ലെ. അടുത്തെന്താണ്, പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ തന്നെ ക്രോപ്പ് ഗ്രാസ് റൊട്ടേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇസ് കോൾഡ് ലേ ഫാമിംഗ് അല്ലെ. പിന്നെന്താ നമ്മൾ പറഞ്ഞ, ഫ്ലഡ്സ് ആർ മേജർ കോസ് ഓഫ് സോയിൽ ഇറോഷൻ. ദിസ് ഹെവി ഇറോഷൻ ക്യാൻ ബി ചെക്ക്. ഫ്ലഡും കാര്യങ്ങളൊക്കെ എന്താണ്, ഈ സോയിൽ ഇറോഷന് വലിയൊരു കാരണങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് പ്രിവെൻഷൻ. ഇനി അടുത്ത എന്താണ്, ഫോറസ്റ്റ് റിസോഴ്സസ്. എന്താണ് ഈ ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത വിഭവങ്ങളാണ് എന്ത് ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ മരങ്ങള്, ഔഷധ ചെടികള്, വന്യജീവികള്, തേൻ, ചാറ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നതല്ലേടാ അല്ലെ. ഫോറസ്റ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങളെയാണ് എന്ത് പറയുന്നത്, ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ഫോറസ്റ്റ് ഹാവ് ടെർമിനേറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യവർഗത്തില് വനം വളരെ പ്രധാനമാണ് അല്ലെ. മനുഷ്യ ജീവിതത്തിൽ എന്താണ്, വനം വളരെ പ്രധാനമായിട്ടാണ്. പിന്നെന്താ പറഞ്ഞ, ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ഇമ്പോർട്ടന്റ് കോമ്പണൻസ് ഓഫ് അവർ എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ് ഈസ് എ മേജർ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയുടെ ഒരു പ്രധാന ഘടകമാണ് എന്ത്, വനങ്ങൾ എന്ന് പറയുന്നത്. പുതുക്കി ഉണ്ടാക്കുന്നവ പ്രകൃതി വിഭവങ്ങളാണ് അല്ലെ. ഓരോ റിന്യൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഓരോ ട്രീറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെന്താണ്, പ്രധാനമായും മരങ്ങൾ രൂപം കൊള്ളുന്നത് കൂടാതെ ഓരോ പ്രദേശ ജീവവർഗങ്ങളും വ്യത്യസ്തമാണ് അല്ലെ. ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഡോമിനേറ്റഡ് ബൈ ട്രീസ് ആൻഡ് സ്പേഷ്യസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ഓരോ വേൾഡിലും ഓരോ പാർട്സിലും എന്താണ്, ഓരോ പുതിയ ട്രീസും അതുപോലെ പുതിയ വേരിയസ് സ്പീഷ്യസും ആണ് ഉള്ളത് അല്ലെ. ഫോറസ്റ്റ് ആർ ഇന്റിമേറ്റ്ലി ലിങ്ക് വിത്ത് അവർ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. നമ്മുടെ കൾച്ചറുമായിട്ടും സിവിലൈസേഷനുമായിട്ട് എന്തുണ്ട്, ഈ ഫോറസ്റ്റിന് ഭയങ്കര ഒരു ലിങ്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെന്ത് പറഞ്ഞത്, ദേ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കന്റ് ടു എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി അല്ലെ. നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തേക്ക് മ്യൂസിയം അല്ലെ, നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയം, അവിടെ എന്താണ് കുറെ മരങ്ങളാണ്, തേക്കുകളാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റ് ആണ് അല്ലെ, നമ്മുടെ കൺട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ആണ് എന്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്ത് ചെയ്യുന്നു അങ്ങനെ. പിന്നെ മെനി മൈനർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് ലൈക്ക് കെയിൻസ്, ഗൺസ്, ഗം, റെസിൻസ്, ഡൈസ്, ഇതൊക്കെ എന്ത് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ്, കെയിന്, ഗം, ഇതൊക്കെ നമുക്ക് എന്തിനാണ് കിട്ടുന്ന, ഫോറസ്റ്റ് റിസോഴ്സസ് ആണ്, ഫോറസ്റ്റ് തരുന്ന കാര്യങ്ങളാണ്. അടുത്തെന്താണ്, ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ വേർഡിൽ എന്ന് പറഞ്ഞാൽ എന്താ, മരം വെട്ടിമുറുക്കുക അല്ലെ. മരങ്ങളൊക്കെ ഭയങ്കര തിക്കായിട്ടുള്ള ഫോറസ്റ്റിൽ നിന്ന് റിമൂവൽ ഓഫ് ഫോറസ്റ്റ്, മരങ്ങളൊക്കെ വെട്ടിമുറിക്കുന്നതാണ് എന്ത്, ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ഇതിന്റെ ക്ലിയറൻസ് ഓഫ് റിമൂവൽ ഓഫ് ഫോറസ്റ്റ് ഓർ സ്റ്റാൻഡ് ഓഫ് ട്രീസ് വേർ ദ ലാൻഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ നോൺ ഫോറസ്റ്റ് യൂസ്. ഫോറസ്റ്റ് ആയിരുന്ന സാധനങ്ങളൊക്കെ
ലാൻഡ് ഒക്കെ എന്ത് ചെയ്യാം, വെട്ടിമുറിച്ച് ഒരു നോൺ ഫോറസ്റ്റ് ആക്കാം. ഡിഫോറസ്റ്റേഷൻ refers to large scale removal of clearing of forest or woodland primarily for agriculture expansion, urban development, ലോഗിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്. ഇപ്പൊ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു വലിയ നിരപ്പ ലാർജ് സ്കെയിൽ ഒന്നോ രണ്ടോ മരം മുറിക്കുന്നതിനെ പറ്റിയല്ല നമ്മൾ ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഒരു ഏക്കർ കണക്കിന് അല്ലെങ്കിൽ ലാർജ് സ്കെയിലുള്ള ഏരിയയിലുള്ള റിമൂവൽ ഓഫ് ഫോറസ്റ്റിനെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ അർബൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അത് അഗ്രികൾച്ചർ എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് വെട്ടിമുറിക്കുന്നതാണ് എന്ത്, deforestation എന്ന് പറയും. It is a significant environmental issue with far reaching consequent biodiversity, climate and human well-being. ഈ ഒരു ഡിഫോറസ്റ്റേഷൻ എന്തിനൊക്കെ കാരണമാകുന്നു, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന്, ഹ്യൂമൻസിന്റെ വെൽബീങ്. ഇതൊരു വലിയ ഡിഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും എന്ത് ചെയ്യാണ്, നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എഫക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ. എന്തൊക്കെ എഫക്ട്സ് വരുന്നത്? ഒന്ന്, മണ്ണൊലിപ്പ് കൂടും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സോയിൽ ഇറോഷൻ ഉണ്ടാവും, പിന്നെ ജൈവവിദ്യ നഷ്ടപ്പെടും, ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും, കാലാവസ്ഥ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും, വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ വരൾച്ചയും വർദ്ധിക്കും. വെള്ളം കിട്ടുമോ? മരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുമോ? ഇല്ല. പിന്നെന്താണ്, വായു മലിനീകരണം, പൊല്യൂഷൻ ഉണ്ടാവില്ല. മരങ്ങൾ ഇല്ലാണ്ട് നമുക്ക് ഓക്സിജൻ കിട്ടുമോ? ഇതൊക്കെയാണ് എന്ത് ശരിക്ക് എഫക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. വിത്ത് ദ ലോസ് ഓഫ് there is a reduction of transpiration water വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എന്ത് സംഭവിക്കും? വാട്ടറിന്റെ വേപ്പർ കുറയും. ബേണിംഗ് ഓഫ് വുഡ് ആൻഡ് ഫോറസ്റ്റ് ഗ്രീൻ ഹൗസ് എഫക്ട്. നമ്മള് മരങ്ങൾ കത്തിക്കുക, ബേണിംഗ് ഓഫ് വുഡ്, ഫോറസ്റ്റ് ഒക്കെ എന്ത്, ഗ്രീൻ ഹൗസിനെ, ഗ്ലോബൽ വാർമിംഗ് അതിന്റെയും എഫക്ട് ചെയ്യും. പിന്നെന്താണ്, എസെൻഷ്യൽ സർവീസ് ലൈക്ക് വാട്ടർ ഷെഡ്, പ്രൊട്ടക്ഷൻ, റെഗുലേഷൻ, സ്റ്റോറേജ്, കാർബൺ ഇൻ പ്ലാന്റ് ടിഷ്യൂസ്, അബ്സോർപ്ഷൻ ആൻഡ് ബ്രേക്കിംഗ് ഓഫ് പൊല്യൂഷൻ വിൽ ഡിസ്ട്രോയിഡ്. മരങ്ങൾക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? കാർബൺസ് മരങ്ങളല്ലേ വലിച്ചെടുക്കുന്നത്, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ആരാ എടുക്കുന്നത്? മരങ്ങളും പ്ലാന്റ്സ് ആണ് വലിച്ചെടുക്കുന്നത്. അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടും. നമുക്ക് പിന്നെ നല്ല എയർ കിട്ടില്ല. ഹെവി സോയിൽ, നമ്മൾ പറഞ്ഞ പോലെ സോയിൽ ഇറോഷൻ ഉണ്ടാവും, ഫ്രീക്വന്റ് ഫ്ലഡ്സ് ഉണ്ടാവും, ഡ്രോട്ട് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? എഫക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ആണ്. ഇനി കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്താണ്? റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ദാറ്റ് ഇൻക്രീസ് ദ പ്രഷർ ഓൺ ദ ലിമിറ്റഡ് റിസോഴ്സസ് അവൈലബിൾ. പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇൻക്രീസ് ചെയ്യാം. അപ്പൊ നമുക്ക് റിസോഴ്സസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. പിന്നെന്തൊക്കെയാണ്? ഫ്ലോയിഡ് ഗവൺമെന്റ് പോളിസീസ് ഫോർ മാനേജിങ് ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നില്ല? കുറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ല. അതൊക്കെ എന്താണ്? ഈ ഡിഫോറസ്റ്റേഷന് കാരണമാണ്. പിന്നെന്താണ്? ഡെബിറ്റ് ലോഡ് ക്യാരിഡ് ബൈ മെനി ഡെവലപ്മെന്റ് കൺട്രീസ് ദാറ്റ് ഈസ് ഹൗസിംഗ് റിസോർട്ട് ടിംബർ എക്സ്പെർട്ട്. എന്താണ്? മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വരികയാണ്, അല്ലെ? പിന്നെന്താണ്? ഹൈ ഡിമാൻഡ് ഇൻ ഡെവലപ്ഡ് നേഷൻ ഓഫ് ട്രോപ്പിക്കൽ ടിംബർ ആൻഡ് അതർ കോമഡീസ്. നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ കൺട്രീസ് ഒക്കെ എന്തിനാ കൂടുതൽ ഇത് കൊടുക്കുന്നത്? ടൂറിസം വകുപ്പിനും അതുപോലെ തന്നെ ഈ വലിയ വലിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. അതാണ് എന്ത്? കോസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തെന്താണ്? പ്രിവെൻഷൻ ഓഫ് ഡിഫോറസ്റ്റേഷൻ. എങ്ങനെയൊക്കെയാണ് നമുക്ക് അത് പ്രിവെൻഷൻ ചെയ്യാം? വൃക്ഷത്തെ, നമ്മൾ പറഞ്ഞ പോലെ വൃക്ഷത്തെ നടുക, അല്ലെ? നശിപ്പിച്ച മരങ്ങളൊക്കെ വീണ്ടും മരങ്ങൾ നടുക. പിന്നെന്താണ്? അടുത്തെന്താണ്? അനധികൃത മരം വെട്ടൽ തടയുക, അല്ലെ? ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാണ്ട് ഇപ്പൊ കള്ളക്കടത്തൊക്കെ അല്ലേ, ഒരാവശ്യമില്ലാണ്ട് വെറുതെ അവിടെയും ഇവിടെയൊക്കെ മരങ്ങൾ വെട്ടിയിടുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? ഇതൊക്കെ തടയുക. പിന്നെന്തൊക്കെയാ പറഞ്ഞത്? they are be equal to adequate and less time consuming legal procedures that do not allow them miskin to go scot free. എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് ചെയ്യുക? ലീഗൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വേണം, അല്ലെ? ഒരു മരം വെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലീഗൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾക്ക് പേടിണ്ടാവും, അല്ലെ? മരം മുറിക്കലും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് പേടിയാവും. അപ്പൊ അത് കുറഞ്ഞു വരൂലേ? പിന്നെന്താണ്? പകരം വിഭവങ്ങൾ, മരം, ഇന്ധനം തുടങ്ങിയ പകരം മറ്റു വസ്തുക്കൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ ട്രീസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ദ നോഡൽ ഫോഴ്സ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി അഡിക്വേറ്റ് മോട്ടിവേറ്റ് ടു ചെക്ക് ഫോർ ഡിഫോറസ്റ്റേഷൻ. അപ്പൊ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ്, നോഡൽ ഓഫീസേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യണം? ഡിഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ടോ, ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യണം ഡിഫോറസ്റ്റേഷനെ തടയാൻ വേണ്ടി. അതൊരു വലിയ കുറ്റകൃത്യമൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കഴിയുന്ന പരമാവധി അത് തടയണം. അതാണ് ഡിഫോറസ്റ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ഇതിൽ പഠിക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് ആണ്. നമ്മൾ സോയിൽ ഇറോഷൻ പഠിച്ചു, ഡിഫോറസ്റ്റേഷൻ പഠിച്ചു, അതിന്റെ കോൺസിക്വൻസും കോസസും എഫക്ട്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.